റഷ്യൻ എണ്ണക്കപ്പലുകൾക്ക് ഞായറാഴ്ച ഒരു സാധാരണ ദിവസമായിരുന്നു. അവർ കരിങ്കടലിൽ നിന്ന് കെർച്ച് കടലിടുക്കിലൂടെ അസൂർ കടലിലേക്ക് 4000 ടണ്ണിലധികം എണ്ണ കടത്തുകയായിരുന്നു. എന്നാൽ താമസിയാതെ ഒരു ദുരന്തം സംഭവിച്ചു. ടാങ്കർ കപ്പൽ അതിഭീകരമായ കൊടുങ്കാറ്റിൽപ്പെട്ട് മുങ്ങി. റഷ്യൻ ഷിപ്പിംഗ് കമ്പനിയായ വാർഗ ടാങ്കറിന്റേതാണ് കപ്പലുകൾ. വോർഗോനെഫ്റ്റ് 212 എന്ന റഷ്യൻ ടാങ്കർ കപ്പൽ രണ്ടായി ഒടിഞ്ഞാണ് കടലിൽ മുങ്ങിയത്. കപ്പലിന്റെ അഗ്രഭാഗം അപകടത്തിന് പിന്നാലെ കുത്തനെ നിൽക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഒരു ടാങ്കർ പാതി വെള്ളത്തിൽ മുങ്ങിയപ്പോൾ മറ്റൊന്ന് ഒഴുകി നീങ്ങുകയായിരുന്നു. ഇതിലൊരു ക്രൂ അംഗം കൊല്ലപ്പെടുകയും ചെയ്തു. പലരെയും കാണാതായി. 15 ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. 12 പേരെയാണ് സുരക്ഷാ സംഘം രക്ഷപ്പെടുത്തിയത്. യുക്രൈനിലെ യുദ്ധം ആരംഭിച്ചതിന് ശേഷം കരിങ്കടലിൽ സംഘർഷം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഇതൊരു യുദ്ധമായിരുന്നോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടതെന്ന ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. മോശം കാലാവസ്ഥയെ തുടർന്ന് രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു. റഷ്യയെ ക്രിമിയയിൽ നിന്ന് വേർതിരിക്കുന്ന ഇടുങ്ങിയതും എന്നാൽ നിർണായകമായ പാതയായ കെർച്ച് കടലിടുക്കിലാണ് അപകടമുണ്ടായത്. അസോർ കടലിനെ കരിങ്കടലുമായി ബന്ധിപ്പിക്കുന്ന മേഖലയാണിത്. ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ റൂട്ടുകളിൽ ഒന്നാണ് അസർ കടലിടുക്ക്. റഷ്യൻ ഉദ്യോഗസ്ഥർ എണ്ണ ചോർച്ച സ്ഥിരീകരിച്ചെങ്കിലും നാശത്തിന്റെ പൂർണ്ണതോത് അജ്ഞാതമായി തുടരുകയാണ്. പരിസ്ഥിതി വിദഗ്ധർ ആഘാതം വിലയിരുത്താൻ വേണ്ടി നെട്ടോട്ടമോടുകയാണ്. മോശം കാലാവസ്ഥയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം. പക്ഷേ ടാങ്കറുകളുടെ കാലപ്പഴക്കമാണ് അപകടത്തിന്റെ ഒരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. വോൾഗോനെഫ്റ്റ് 239 1973 നിർമ്മിച്ചതാണ്. അതിനാൽ ഇവ വളരെ പഴക്കമുള്ള കപ്പലുകളായിരുന്നുവെന്നാണ് വിവരം. എന്നാൽ അപകടമുണ്ടായതിനു പിന്നാലെ റഷ്യയെ യുക്രൈൻ കുറ്റപ്പെടുത്തുകയുണ്ടായി. മോസ്കോ ഓപ്പറേറ്റിംഗ് നിയമങ്ങൾ ലംഘിച്ചതിനാലാണ് എണ്ണച്ചോർച്ചയിലേക്ക് കാര്യങ്ങൾ നയിച്ചതെന്നും യുക്രൈൻ പറഞ്ഞു. എന്നിരുന്നാലും മേഖലയിൽ ഇത്തരമൊരു സംഭവം ഇതാദ്യമായല്ല. 2007 ഇതേ കമ്പനിയുടെ മറ്റൊരു ടാങ്കർ വോൾഗോനെഫ്റ്റ് 139 കൊടുങ്കാറ്റിൽ രണ്ടായി പിളർന്ന് ഏകദേശം 1000 ടൺ എണ്ണച്ചോർച്ചയ്ക്ക് കാരണമായി. എന്നാൽ യുദ്ധം ആരംഭിച്ചത് മുതൽ റഷ്യയുടെ ഇത്തരത്തിലുള്ള കപ്പലുകളെ ഗോസ്റ്റ് ടാങ്കറുകൾ എന്നാണ് വിളിച്ചിരുന്നത്. ഇവ വളരെ നന്നായി പരിപാലിക്കപ്പെടാത്തതും ഇൻഷുറൻസ് ഇല്ലാത്തതുമായ പഴയ ഓയിൽ ടാങ്കറുകളാണ്. മോസ്കോ അവരെ എണ്ണ കടത്താനും കരിങ്കടലിൽ എത്തിക്കുന്ന ഉപരോധങ്ങൾ ഒഴിവാക്കാനും ഉപയോഗിക്കുന്നവയാണ്. യുക്രൈൻ യുദ്ധത്തിന് ശേഷം ഇത് സൈനിക സംഘട്ടനത്തിന്റെ മേഖലയായി മാറിയിരിക്കുകയാണ്. ഇത് സമുദ്രജീവികൾക്കിടയിലും മരണനിരക്ക് വർദ്ധിക്കുന്നതിന് കാരണമായി.